Hi dearies, welcome back to my class. Today we are learning the things that is the thesis statement, writing a thesis statement. What is it? We already discussed what is thesis statement. Thesis statement is the main idea or main concept in the academic essay. നമ്മൾ മെയിനായിട്ട് പറയുന്ന ഒരു തീം അല്ലെങ്കിൽ ഐഡിയയെ കുറിച്ചിട്ട് ആ ഐഡിയയാണ് നമ്മൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് പറയുന്നത്. ഫോക്കസ് ആൻഡ് ക്ലാരിറ്റി ആർ എസെൻഷ്യൽ ടു മേക്ക് എസ്സേ സക്സസ്ഫുൾ. ക്ലാരിറ്റിയും ഫോക്കസും ഉണ്ടായാലും നമുക്ക് ഒരു എസ്സേ സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഫോക്കസ്, ക്ലാരിറ്റി ആൻഡ് ലോജിക്കൽ ഓർഡർ ഓഫ് എസ്സേ അച്ചീവ്ഡ് ത്രൂ ഇഫക്റ്റീവ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഫോക്കസും ക്ലാരിറ്റിയും ലോജിക്കൽ ഓർഡറിങ്ങും ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഉണ്ടായാൽ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് നമുക്കിത് മൂന്ന് കൊണ്ടുവരാൻ പറ്റും. എന്തൊക്കെ? ഫോക്കസും ക്ലാരിറ്റിയും ലോജിക്കൽ ഓർഡറിങ്ങും. വി ക്യാൻ ബ്രോട്ട് ഫോക്കസ്, ക്ലാരിറ്റി ആൻഡ് ലോജിക്കൽ ഓർഡറിങ് ത്രൂ thesis statement in an academic essay. Okay, usually introduced in opening paragraph. Thesis statement introduced in the opening paragraph. A thesis statement allows the reader to know what the essay is about. അതാണ് thesis statement. It in the thesis statement usually in the opening paragraph, and thesis statement allows the reader to know what the essay about. By presenting your thesis statement at the beginning of your essay, you are arranging your essay in inverted pyramid style. Inverted pyramid സ്റ്റൈലിലാണ് നമ്മൾ എസ്സേനെ വെക്കുക. വെർട്ടിക്കൽ അല്ല, ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ ഇങ്ങനെ ഓരോ ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് എസ്സേ യു വാണ്ട് ടു റൈറ്റ്, യു മേ ബി റിക്വയർഡ് ടു റൈറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് thesis statement. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എസ്സേൻ്റെ ടൈപ്പിനനുസരിച്ച് thesis statement മാറും. ഇഫ് യു എസ്സേ ഈസ് എക്സ്പോസിറ്ററി ഇൻ സ്റ്റൈൽ, യൂഷ്വലി ടു എക്സ്പ്ലനേറ്ററി thesis statement അല്ലേ. എക്സ്പോസിറ്ററി ആണെങ്കിൽ എക്സ്പ്ലനേറ്ററി thesis statement എഴുതണം. വേറാസ് ആർഗ്യുമെൻറ്റീവ് എസ്സേ നീഡ് ടു ആർഗ്യുമെൻറ്റീവ് thesis statement. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഇത് എഴുതണം. ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ ആണെങ്കിൽ ആർഗ്യുമെൻറ്റേറ്റീവ് thesis statement തന്നെ എഴുതണം. In the essay in science and science discipline, the role of thesis statement announced the subject. In humanities, the writer presents the argument or claim need to be defended. Use of argumentative thesis statement became necessary. മീൻസ് അത് എത്ര ഉള്ളൂ, ഓരോ ഡിസിപ്ലിൻ അനുസരിച്ചും thesis statement മാറും. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞു thesis statement എന്ന് പറഞ്ഞാൽ മെയിൻ ഐഡിയ കോൺസെപ്റ്റ് ഓഫ് ദി എസ്സേ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അത് സാധാരണഗതിയിൽ ഉണ്ടാവാറ് ഓപ്പണിംഗ് പാരഗ്രാഫിലാണ്. അതെന്താവണം? ഫോക്കസ് ഉണ്ടാവണം, ക്ലാരിറ്റി ഉണ്ടാവണം, ലോജിക്കൽ ഓർഡറിങ്ങിലൊക്കെ ആവണം നമ്മോട് പറഞ്ഞിട്ട് പറയണം. ഓരോ ഡിസിപ്ലിനും ഓരോരോ thesis statementാണ് എഴുതാറുള്ളത്. പിന്നെ നമ്മോട് പറയണം ദർ ഈസ് നോ ഫിക്സ്ഡ് റൂൾ ഇൻ അക്കാഡമിക് റൈറ്റിംഗ് ഓൺ ദ പൊസിഷൻ ഓഫ് ദി thesis statement. ആ ഒരു ഇത് അവർ മാറ്റി പറയണത് അക്കാഡമിക് റൈറ്റിങ്ങിൽ thesis statement എവിടെ വെക്കണം, ഓപ്പണിംഗ് പാരഗ്രാഫിൽ എവിടെ വെക്കണം എന്നുള്ളതിൽ അത്ര ഫിക്സ്ഡ് റൂൾ. പക്ഷേ ഓപ്പണിംഗ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ തന്നെ വെക്കണം. പക്ഷെ അത് എവിടെ വെക്കണം, ഫസ്റ്റ് തന്നെ അത് വെക്കണമെന്ന് നിർബന്ധമില്ല. ദർ ഈസ് നോ ഫിക്സ്ഡ് റൂൾ ഇൻ അക്കാഡമിക് റൈറ്റിംഗ് ഓൺ ദ പൊസിഷൻ ഓഫ് thesis statement വിത്തിൻ ദ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്. ഇൻട്രൊഡക്ടറി അല്ലെങ്കിൽ ഓപ്പണിംഗ് പാരഗ്രാഫിൽ thesis statement വെക്കണം, thesis വെക്കണം. പക്ഷേ അത് ഇന്ന സ്ഥലത്ത് വെക്കണം എന്നുള്ളതിൽ എന്തില്ല, ഒരു ഫിക്സ്ഡ് റൂളില്ല. thesis statement need to be necessarily to be one sentence. അത് ഓപ്പണിംഗ് പാരഗ്രാഫിൽ ഒരു സെൻറ്റൻസ് ആവണം എന്നുള്ളത് എവിടെ വെക്കണം എന്നതിൽ എന്തില്ല, ഒരു ഫിക്സ്ഡ് റൂളില്ല എന്ന് പറയണം. നമ്മൾ thesis statement ആവണം ഷോർട്ട്, ക്ലിയർ ആൻഡ് പ്രിസൈസ്. ഷോർട്ട്, ക്ലിയർ ആൻഡ് പ്രിസൈസ്, ഈ മൂന്ന് ടേം ഓർത്ത് വെക്കണേ. ഷോർട്ട്, ക്ലിയർ ആൻഡ് പ്രിസൈസ് ആണ് നമ്മളെ thesis statement. അപ്പം നമ്മൾ പറഞ്ഞു thesis statement എന്ന് പറഞ്ഞാൽ മെയിൻ ഐഡിയ ഒരു കോൺസെപ്റ്റ് ഓഫ് ദി എസ്സേ ആണ്. അത് നമ്മൾ ഇൻട്രൊഡക്ടറി അല്ലെങ്കിൽ ഓപ്പണിംഗ് പാരഗ്രാഫിൽ വെക്കണം. പിന്നെ നമ്മോട് പറഞ്ഞു ഷോർട്ട്, ക്ലിയർ, അതുപോലെ പ്രിസൈസ്, അതും ഷോർട്ട് തന്നെയാണ്, ക്ലിയർ ആയിട്ടുള്ളതാവണം എന്നാണ് പറഞ്ഞത്. പിന്നെ എവിടെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ എവിടെ വെക്കണം എന്നതിലൊരു ഫിക്സ്ഡ് റൂൾ ഇല്ല എന്നാണ് അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത് അല്ലേ. thesis ആൻഡ് ദ ടോൺ ഓഫ് ദ എസ്സേ. അതെന്താണെന്ന് വെച്ചാൽ യുവർ thesis statement need to be expressive of the tone and purpose of the essay. നമ്മളെ thesis statement എക്സ്പ്രസീവ്, അതിൻ്റെ ടോണും പേർപ്പസും ആ thesis statementലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഇറ്റ് പ്രസൻസ് ദ റെട്രിക്കൽ മോഡ് ഓർ ദ സ്ട്രാറ്റജി ഓഫ് ഡെവലപ്പിംഗ് ദ കണ്ടന്റ്, നറേഷൻ, ഡിസ്ക്രിപ്ഷൻ, ഇല്ലുസ്ട്രേഷൻ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, കോസ് ആൻഡ് ഇഫക്റ്റ്, ആർഗ്യുമെൻറ്റേഷൻ ആൻഡ് അഡോപ്റ്റിംഗ് ദ എസ്സേ ഡയറക്ട്ലി ആൻഡ് ഇംപ്ലോയ്ഡ് മാനർ. ഓക്കെ, കൺസീവ് ദ thesis ആസ് ദ പ്രീ റൈറ്റിംഗ് സ്റ്റേജ്.
അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. എ thesis emerges from your topic broad area in your writing when you limit your topic workable range. ഇത്രേ ഉള്ളൂ. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രീ റൈറ്റിംഗ് സ്റ്റേജിലാണ്, അത് ഇൻട്രൊഡക്ടറി പ്രീ റൈറ്റിംഗ് സ്റ്റേജിലാണ് എഴുതുക. അത് ഓർത്ത് വെക്കണേ. വി യൂഷ്വലി റൈറ്റ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രീ റൈറ്റിംഗ് സ്റ്റേജ്. പ്രീ റൈറ്റിംഗ് റിവൈസിങ് നമ്മൾ 3 പറഞ്ഞതിൽ പ്രീ റൈറ്റിംഗ് സ്റ്റേജിലാണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വെക്കാറുള്ളത്. ഇനി വർക്കിംഗ് തീസിസ് എന്താ? അടുത്ത ടേമാണ് വർക്കിംഗ് തീസിസ്. വർക്കിംഗ് തീസിസ് എന്ന് പറഞ്ഞാൽ എ റഫ് ഡ്രാഫ്റ്റ് ഓഫ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിന് റഫ് കോപ്പി എഴുതുന്നതിനെയാണ് എന്ത് പറയുക? വർക്കിംഗ് തീസിസ്. റഫ് ഡ്രാഫ്റ്റ് ഓഫ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോൺ ആസ് വർക്കിംഗ് തീസിസ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. വർക്കിംഗ് തീസിസ് അത് റഫ് ഡ്രാഫ്റ്റ് ഓഫ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ക്യാൻ ബി മോഡിഫൈഡ് ടു സ്യൂട്ട് യുവർ പേർപ്പസ് ആൻഡ് ഓഡിയൻസ്. വിച്ച് ക്യാൻ ബി മോഡിഫയബിൾ അക്കോർഡിംഗ് ടു ദ പേർപ്പസ് ആൻഡ് ഓഡിയൻസ്. ഓഡിയൻസിൻ്റെയും അവരുടെ പർപ്പസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് വർക്കിംഗ് തീസിസ് എന്ന് പറഞ്ഞാൽ? എ റഫ് ഡ്രാഫ്റ്റ് ഓഫ് ദി തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ക്യാൻ ബി മോഡിഫയബിൾ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേർപ്പസ് ഓഫ് ദി ഓഡിയൻസ്. ഓക്കെ. അടുത്തത് അവോയ്ഡ് ബീങ് ഡോഗ്മാറ്റിക് ആൻഡ് കാറ്റഗോറിക്കൽ. നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ഭയങ്കര ജഡ്ജ്മെൻ്റൽ ആവാൻ പാടില്ല. വൈകരണം അൺക്ലിയർ ആവാൻ പാടില്ല, ബ്രോഡ് ആവാൻ പാടില്ല, ഡോഗ്മാറ്റിക് ആവാൻ പാടില്ല, കാറ്റഗറിക്കൽ ഓവർസ്റ്റർ ഇതൊന്നും ആവാൻ പാടില്ല. മീൻസ് നമ്മൾ ഓവർ ജഡ്ജ്മെൻ്റൽ ആവരുത് തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്നാണ് അവർ പറയുന്നത്. ഇനി അടുത്ത പോയിൻ്റ് സപ്പോർട്ടിങ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് എവിഡൻസ് എന്നുള്ളതാണ്. അതിലെന്താണെന്ന് വെച്ചാൽ എവിഡൻസ് ഇൻ an academic paper basically means the reason for holding the views expressed in the thesis statement. എന്താണ് എവിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റീസൺ ഫോർ ഹോൾഡിംഗ് ദ വ്യൂസ് എക്സ്പ്രസ്ഡ് ബൈ ദ thesis statement. നമ്മളിപ്പോൾ thesis statement ഐഡിയ പറഞ്ഞിട്ട് ആ ഐഡിയ നമ്മൾ നിലനിർത്തുക, അതിനെയാണ് പറയുക എന്ത്? റീസൺ ഫോർ ഹോൾഡിംഗ് ദ വ്യൂസ്. ആ റീസൺ പിടിച്ചു നിർത്തുന്ന കാരണത്തിനെയാണ് നമ്മൾ എന്താ പറയുക? സപ്പോർട്ടിങ് എവിഡൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ എവിഡൻസ് എന്ന് പറയാം. ഓക്കെ. Evidence also include explanation, details, examples, quotes from sources, opinion from expert, facts, statistics, illustrations, recounting experience, personal observation. ഇതൊക്കെ നമ്മൾ എന്തിൽ പെടും? എവിഡൻസിൽ വരും. എക്സ്പ്ലനേഷൻസ്, ഡീറ്റെയിൽസ്, എക്സാമ്പിൾസ്, കോട്ട്സ് ഫ്രം സോഴ്സസ്, ഒപ്പീനിയൻ ഫ്രം എക്സ്പേർട്സ്, ഇതൊക്കെ എവിഡൻസിൽ വരുന്നതാണ്. അപ്പം എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീസൺ ഫോർ ഹോൾഡിംഗ് വ്യൂസ് എക്സ്പ്രസ്ഡ് ഇൻ ദി തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. അത് അങ്ങനെ തന്നെ പഠിക്കണം. എന്താണ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ റീസൺ ഫോർ ഹോൾഡിംഗ് ദ വ്യൂസ് എക്സ്പ്രസ് ഇൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അതിനെയാണ് നമ്മൾ വിളിക്കുക. അത് എന്തൊക്കെ പെടും? അതിൽ എക്സ്പ്ലനേഷൻസ്, ഡീറ്റെയിൽഡ്, കോട്ട്സ് ഫ്രം സോഴ്സസ്, എക്സ്പേർട്ട് ഒപ്പീനിയൻ ഒക്കെ പെടും. ഇനി ഈ എവിഡൻസിൻ്റെ സോഴ്സിനെ ദ സോഴ്സ് ഓഫ് എവിഡൻസ് ആർ യൂഷ്വലി കാറ്റഗറൈസ് ആസ് ടു, വിച്ച് ആർ ദ പ്രൈമറി സോഴ്സ് ആൻഡ് സെക്കൻഡറി സോഴ്സ്. സോഴ്സ് ഓഫ് എവിഡൻസിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു, പ്രൈമറി സോഴ്സ് ആൻഡ് സെക്കൻഡറി സോഴ്സ്. പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞാൽ ദ ഒറിജിനൽ ഓർ ഫസ്റ്റ് സോഴ്സ് വിച്ച് യു റെഫർ ആസ് യുവർ എസ്സേ. നമ്മൾ ഫസ്റ്റ് സോഴ്സ് അല്ലെങ്കിൽ ഒറിജിനൽ സോഴ്സിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? പ്രൈമറി സോഴ്സ് എന്ന് വിളിക്കാം. ഇപ്പം ഇഫ് യു എസ്സേ ഈസ് ഓൺ എ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ് യു ഹാവ് കണ്ടക്റ്റഡ് ആൻ ഔട്ട്കം ഓഫ് യുവർ എക്സ്പെരിമെൻറ്റ് ക്യാൻ ബി കൺസിഡർ പ്രൈമറി എവിഡൻസ്. ഇപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ നിങ്ങളെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആ എക്സ്പെരിമെൻ്റ് ആണ് എന്ത്? പ്രൈമറി സോഴ്സ്. മനസ്സിലായി? അതിൽ പ്രൈമറി സോഴ്സ് അതാണ്. റൈറ്റിംഗ് എസ്സേ ഓൺ നോവൽ ടെക്സ്റ്റ് ഓഫ് ദ നോവൽ ഈസ് ദി പ്രൈമറി സോഴ്സ്. അപ്പം പ്രൈമറി സോഴ്സ്, സെക്കൻഡറി സോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഫസ്റ്റ്. അപ്പോൾ നിങ്ങളൊരു എക്സ്പെരിമെൻ്റൽ കാര്യങ്ങളാണെങ്കിൽ ആ എക്സ്പെരിമെൻ്റ് ആണ് അതിൽ ഫസ്റ്റ് സോഴ്സ് അല്ലെങ്കിൽ പ്രൈമറി സോഴ്സ്. ഇപ്പോൾ നമ്മൾ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഈസ് ദി പ്രൈമറി സോഴ്സ്. അപ്പോൾ എന്താണ് സെക്കൻഡറി സോഴ്സ്? എന്താണ് സെക്കൻഡറി സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ സെക്കൻഡറി സോഴ്സസ് വിച്ച് ആർ കോൺട്രിബ്യൂട്ട് എവിഡൻസ് സപ്പോർട്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞുതരാം. എക്സ്പേർട്ട് ഒപ്പീനിയൻ ഓൺ യുവർ ടോപ്പിക്, ക്രിറ്റിക്കൽ കമൻസ്, റിവ്യൂസ്, അതർ പ്രീവിയസ് റൈറ്റിംഗ് ഓൺ യുവർ ടോപ്പിക് ആർ കൺസിഡേർഡ് സെക്കൻഡറി സോഴ്സസ്. എന്തൊക്കെയാണ്? എക്സ്പേർട്ട് ഒപ്പീനിയൻ ഓഫ് യുവർ ടോപ്പിക്, ക്രിറ്റിക്കൽ കമൻസ്, റിവ്യൂസ് ആൻഡ് ദ പ്രീവിയസ് റൈറ്റിംഗ്. ഇത്രയുണ്ട്. ഒന്ന് ഇതാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ ഓൺ യുവർ ടോപ്പിക്, 2 ക്രിറ്റിക്കൽ കമൻസ്, 3 റിവ്യൂസ്, 4 പ്രീവിയസ് റൈറ്റിങ്സ്. അപ്പോൾ 4 കാര്യങ്ങളാണ് സെക്കൻഡറി സോഴ്സിൽ വരുന്നത് കേട്ടോ. നമ്മൾ എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയന്, പിന്നെ ക്രിറ്റിക്കൽ കമൻസ്, റിവ്യൂസ്,
പ്രീവിയസ് റൈറ്റിംഗ്. ഈ 4 കാര്യങ്ങൾ സെക്കൻഡറി സോഴ്സിൽ വരുന്നു. അതിൽ പിന്നെ വേറെ ടെക്സ്ച്വൽ എവിഡൻസ് എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു നോവലോ ഡ്രാമയോ അങ്ങനെയൊക്കെ എഴുതുകയാണെങ്കിൽ അതിൽ പോയം, മൂവീസ്, ഡ്രാമ, നോവൽ, സ്റ്റോറി ഇതിനാണ് ടെക്സ്ച്വൽ എവിഡൻസ് എന്ന് പറയുക കേട്ടോ. എവിഡൻസ് ഡ്രോൺ ഫ്രം ദ ടെക്സ്റ്റ് ഓഫ് യുവർ സ്റ്റഡി. എന്താണ് ടെക്സ്ച്വൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ? എവിഡൻസ് ഡ്രോൺ ഫ്രം യുവർ ടെക്സ്റ്റ് ഓഫ് സ്റ്റഡി. എവിഡൻസ് ഡ്രോൺ ഫ്രം ദ ടെക്സ്റ്റ് ഓഫ് യുവർ സ്റ്റഡി ഈസ് നോൺ ആസ് textual evidence. Poem, movies, dramas, novel, short story, etc. Evidence drawn from your textbook is known as textual evidence. Okay. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഒന്നുകൂടെ പറയാം. റൈറ്റിംഗ് തീസിസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഷുഡ് ബി ഷോർട്ട്, ക്ലിയർ ആൻഡ് പ്രിസൈസ് ആവണം. പിന്നെ അത് എന്താണ് ഒരു നമ്മുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ മെയിൻ ഐഡിയ ഓർ കോൺസെപ്റ്റ് ഓഫ് ദി എസ്സേ ആണ്. പിന്നെ അതിനെ നമ്മൾ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ കൊടുക്കണം. ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ കൊടുക്കുമ്പോൾ എവിടെ കൊടുക്കണം എന്നതിൽ എന്തില്ല, ഒരു ഫിക്സഡ് റൂൾസ് ഇല്ല. പിന്നെ നമ്മൾ എവിഡൻസ് ആണ്. സോഴ്സ് ഓഫ് എവിഡൻസ് നമ്മൾ 2ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈമറി സോഴ്സ്, സെക്കൻഡറി സോഴ്സ്. പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഫസ്റ്റ് സോഴ്സ്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അതുപോലെ എക്സ്പെരിമെൻറ്റ് ഇതൊക്കെയാണ് ഫസ്റ്റ് സോഴ്സ്. അതിനെ നമ്മൾ പ്രൈമറി സോഴ്സ് എന്ന് വിളിക്കും. സെക്കൻഡറി സോഴ്സ് എന്ന് പറഞ്ഞാൽ റിവ്യൂ, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, അതുപോലെ പ്രീവിയസ് റൈറ്റിംഗ്, ഇതിനൊക്കെയാണ് നമ്മളെന്ത് പറയുക, സെക്കൻഡറി സോഴ്സ് എന്ന് പറയുക. പിന്നെ ടെക്സ്ച്വൽ എവിഡൻസ് ഉണ്ട്. ടെക്സ്ച്വൽ എവിഡൻസ് മീൻസ് എവിഡൻസ് ഡ്രോൺ ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക്, പോയം, ഷോർട്ട് സ്റ്റോറി, ഡ്രാമ, എക്സെട്ര ആർ എക്സാമ്പിൾസ്. ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന പോയിന്റ്സ് മാത്രം പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കൺഫ്യൂഷൻ വരും കേട്ടോ. ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.